ഇന്ന് കോങ്ങാട് ശ്രീ തിരുമാന്താംകുന്ന് ഭഗവതി ക്ഷേത്രത്തിൽ പൊങ്കാലയാണേ. ഒരു 10 വർഷത്തിന് ശേഷമാണ് കേട്ടോ ഇന്ന് പൊങ്കാല ഉണ്ടായത്. എന്തായാലും ആ പൊങ്കാലയിൽ എനിക്ക് പങ്കെടുക്കാൻ ഉണ്ടായത് ഒരു അമ്മയുടെ അനുഗ്രഹം തന്നെയാണെന്ന് പറയാം. അപ്പോൾ പൊങ്കാലയുടെ വിശേഷമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. ഒരു 5:30 ആകുമ്പോഴേക്കും ഞാൻ അമ്പലത്തിലെത്തി അമ്മയെ തൊഴുത് കഴിഞ്ഞ ശേഷം ടോക്കൺ മേടിച്ച് ഒരു 350 രൂപയാണ് കേട്ടോ. ടോക്കൺ പ്രകാരമാണ് കേട്ടോ ഞങ്ങളെല്ലാവരും പോണത്. പിന്നെ അടുപ്പ് കൂട്ടിയിട്ടുണ്ട്. അവിടെ പോയിട്ട് നമ്മൾ നമ്മുടെ പൊങ്കാലയ്ക്ക് വേണ്ടുന്ന സാധനങ്ങളെല്ലാം ഇവിടെ നിന്ന് തരുന്നുണ്ട്. കാരണം അതായത് 350 രൂപയിൽ എല്ലാം അടങ്ങുന്നുണ്ട്. കലം, വിറക്, ശർക്കര, അരി എല്ലാം തരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ അടുപ്പ് കൂട്ടി അവിടെ പോയി ഞങ്ങൾ സ്ഥാനം പിടിച്ച് ടോക്കൺ പ്രകാരം ഞങ്ങളവിടെ നിൽക്കുന്ന പിന്നെ അടുപ്പിന് വേണ്ടിയൊക്കെ റെഡിയാക്കി വെച്ചു കേട്ടോ. പൊങ്കാലയ്ക്കെല്ലാം ഞാൻ അടുപ്പത്തെല്ലാം വെച്ച് റെഡിയാക്കി വെച്ചു. പിന്നെ അമ്മയുടെ നടക്കിൽ അവിടെ പൊങ്കാലയുടെ അവിടെ റെഡിയാക്കിയിരിക്കുന്നു. അത് കഴിഞ്ഞ് അവിടെ ശംഖുനാഥും വെടിയെല്ലാം വെച്ച ശേഷമാണ് ഞങ്ങളെല്ലാവരും വിളക്ക് കത്തിച്ച് പിന്നെ അടുപ്പ് കൂട്ടി പായസം പൊങ്കാലയ്ക്ക് എല്ലാം റെഡിയാക്കണത് കേട്ടോ. എന്തായാലും അതെല്ലാം റെഡിയാക്കി കത്തിച്ച് അരിയെല്ലാം കഴുകിയിട്ട് പൊങ്കാലയൊക്കെ റെഡിയാക്കി. ചിലവരുടെയൊക്കെയാണ് പൊങ്കാലയുടെ അങ്ങനെ അത് തിളച്ച് പൊന്തി വരുന്നുള്ളൂ. ഞങ്ങളുടെ കുറച്ച് പേരുടെ ഒന്നും തിളച്ച് പൊന്തുന്നില്ല. കാരണം ചട്ടിയിൽ കുറച്ച് വെള്ളമൊക്കെ ആയതുകൊണ്ടാണെന്ന് ഞങ്ങൾക്ക് തോന്നുന്നത്. എന്തായാലും നന്നായിരുന്നു. പൊങ്കാലയുടെ പായസമൊക്കെ റെഡിയാക്കി. പിന്നെ അതെല്ലാവരും നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. നല്ല ഭക്തജനങ്ങളുടെ തിരക്കുണ്ടായിരുന്നു. പിന്നെ നല്ല പോകയും ഒക്കെ ഉണ്ടായി. എന്തായാലും ഞങ്ങൾ പൊങ്കാല റെഡിയാക്കി. പിന്നെ അവിടെ നിന്ന് മേശാന്തി അവിടെ നിന്ന് തീർത്ഥം തെളിച്ച് വന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ പൊങ്കാലയിൽ എല്ലാവർക്കും തീർത്ഥം തെളിച്ചു. ഞങ്ങളെല്ലാവർക്കും ദക്ഷിണ എല്ലാം കൊടുത്തു. അത് കഴിഞ്ഞ ശേഷം അവിടെ പ്രസാദം ഉണ്ടായിരുന്നു. രാവിലത്തെ ഭക്ഷണം ഉണ്ടായിരുന്നു. അത് കഴിച്ചു ഞങ്ങൾ മടങ്ങി. എനിക്കിന്ന് ഹാഫ് ഡേ ഡ്യൂട്ടി ആയതുകൊണ്ട് പൊങ്കാലയുടെ പായസം എൻ്റെ ഫ്രണ്ട്സുകൾക്കെല്ലാം കൊടുത്തു. അവർക്കെല്ലാവർക്കും സന്തോഷമായി. പൊങ്കാലയുടെ പ്രസാദം അവർക്കും കിട്ടി. പിന്നെ അതിലുപരി പിന്നൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. നാളെ തൊട്ട് അതായത് ഏപ്രിൽ 12-ാം തീയതി മുതൽ ഈ ശ്രീ തിരുമാന്താംകുന്ന് ഭഗവതി ക്ഷേത്രത്തിൽ പൂരവിശേഷമാണ് കേട്ടോ. നാളെ കൊടിയേറ്റാണ്. ഇനി കോങ്ങാട്ടിൽ എൻ്റെ നാട്ടിൽ 7 ദിവസം പൂരാഘോഷ പരിപാടിയാണ്. എല്ലാവർക്കും അമ്മയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ. ഓക്കേ.